നമസ്കാരം. M4 ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചാലക്കുടി പരിയാരത്ത് KSRTC ബസും കാറും കൂട്ടിയിടിച്ച് കാർ ഡ്രൈവർക്ക് പരിക്കേറ്റു. ആനപ്രേമികളുടെ ഇഷ്ടക്കൊമ്പൻ, പൂരനഗരിയുടെ അഭിമാനം കൊണാർക്ക് കണ്ണൻ ചരിഞ്ഞു. ഒരാഴ്ചയായി അവശനിലയിലായിരുന്നു. ഫീസ് വർധനവിൽ പ്രതികരിച്ച് തൃശൂർ മണ്ണുത്തി കാർഷിക സർവകലാശാല ആസ്ഥാനത്തേക്ക് SFI നടത്തിയ മാർച്ചിൽ സംഘർഷം. നവംബർ 4, 5, 6, 7 എന്നീ തീയതികളിലായി പുതുക്കാട് നടക്കുന്ന ഇരിങ്ങാലക്കുട ഉപജില്ലാ കലോത്സവത്തിന്റെ ലോഗോ പ്രകാശനം ചെയ്തു. ലോൺ ശരിയാക്കി തരാമെന്ന വ്യാജ വാഗ്ദാനം നൽകി 66,560 രൂപ തട്ടിയെടുത്ത പ്രതിയെ പിടികൂടി. നന്ദിക്കര ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. ചാലക്കുടി പരിയാരത്ത് KSRTC ബസും കാറും കൂട്ടിയിടിച്ച് കാർ ഡ്രൈവർക്ക് പരിക്കേറ്റു. മുനിപ്പാറ സ്വദേശി പൈനാടത്ത് വീട്ടിൽ അനീഷിനാണ് പരിക്കേറ്റത്. കാലിന് പരിക്കേറ്റ അനീഷിനെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചൊവ്വാഴ്ച രാവിലെ 7 മണിക്കായിരുന്നു അപകടം. ചാലക്കുടിയിൽ നിന്ന് അതിരപ്പിള്ളിയിലേക്ക് പോയിരുന്ന ബസ് മറ്റൊരു വാഹനത്തെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ എതിരെ വന്ന കാറിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻവശം തകർന്നു. ബസ് യാത്രക്കാർക്ക് പരിക്കില്ല. നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ആനപ്രേമികളുടെ ഇഷ്ടക്കൊമ്പൻ, പൂരനഗരിയുടെ അഭിമാനം കൊണാർക്ക് കണ്ണൻ ചരിഞ്ഞു. ഒരാഴ്ചയായി അവശനിലയിലായിരുന്നു. തൃശൂർ തെക്കേപ്പുറത്തുള്ള കെട്ടുതറയിൽ വെച്ച് ഇന്ന് രാവിലെ 8 മണിയോടെയാണ് ആന ചരിഞ്ഞത്. കുറച്ചുകാലമായി രോഗബാധിതനായി ചികിത്സയിലായിരുന്നു കണ്ണൻ. കഴിഞ്ഞ ഒരാഴ്ചയായി തീരെ അവശനിലയിലായിരുന്നു. ദഹന പ്രശ്നങ്ങളോടൊപ്പം മറ്റ് പല അസുഖങ്ങളും കൊമ്പനെ അലട്ടിയിരുന്നു. അവസാന നാളുകളിൽ നൽകിയ മരുന്നുകളോടും ആന കാര്യമായ പ്രതികരണം നൽകിയില്ല. തുടർന്നാണ് ഇന്ന് രാവിലെ ജീവൻ വെടിഞ്ഞത്. പ്രശസ്തമായ പൂരങ്ങളിലും ഉത്സവങ്ങളിലും സ്ഥിര സാന്നിധ്യമായിരുന്ന കൊണാർക്ക് കണ്ണൻ ആനപ്രേമികളുടെ ഇഷ്ടക്കൊമ്പനായിരുന്നു. കുന്നംകുളം സ്വദേശിയായ കൊണാർക്ക് ബിനോയിയുടെ ഉടമസ്ഥതയിലുള്ള ആനയായിരുന്നു കൊണാർക്ക് കണ്ണൻ. തൃശൂർ മണ്ണുത്തി കാർഷിക സർവകലാശാല ആസ്ഥാനത്തേക്ക് SFI നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഉച്ചയ്ക്ക് 12 മണിക്ക് അക്കാഡമി ബ്ലോക്കിലേക്ക് നടത്തിയ മാർച്ച് പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. ഇതോടെ പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിട്ട് മറികടക്കാൻ ശ്രമിച്ചു. ഇതോടെയാണ് പോലീസ് വീണ്ടും ജലപീരങ്കി പ്രയോഗിച്ചത്. തുടർന്ന് നടന്ന ധർണ SFI സംസ്ഥാന സെക്രട്ടറി സഞ്ജീവ് PS ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷവും മുദ്രാവാക്യം വിളികളുമായി പ്രക്ഷോഭം തുടർന്നു. അക്കാഡമിക് ബ്ലോക്കിന്റെ ഇരുമ്പ് ഗേറ്റ് മറികടക്കാനും പ്രവർത്തകർ ശ്രമിച്ചു. ഇതോടെയാണ് പോലീസ് വീണ്ടും ജലപീരങ്കി പ്രയോഗിച്ചത്. 2 മണിക്കൂറിലധികം നീണ്ടുനിന്ന പ്രതിഷേധ സമരത്തിന്റെ ഒടുവിൽ പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയതോടെയാണ് സമരം അവസാനിച്ചത്. സമരത്തിനിടയിൽ ചർച്ച നടന്നെങ്കിലും ഒത്തുതീർപ്പാകാതെ പിരിഞ്ഞതിനാൽ വരും ദിവസങ്ങളിലും സമരം കടുപ്പിക്കാനാണ് SFIയുടെ തീരുമാനം. ഡിഗ്രി, PG, PhD കോഴ്സുകൾക്കാണ് ഈ അക്കാഡമിക് ഇയർ മുതൽ മുന്നറിയിപ്പില്ലാതെ 3 ഇരട്ടിയോളം ഫീസ് വർദ്ധിപ്പിച്ചത്. നവംബർ 4, 5, 6, 7 എന്നീ തീയതികളിലായി പുതുക്കാട് നടക്കുന്ന ഇരിങ്ങാലക്കുട ഉപജില്ലാ കലോത്സവത്തിന്റെ ലോഗോ പ്രകാശനം ചെയ്തു. പുതുക്കാട് സെയിന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂൾ, സെയിന്റ് സേവിയേഴ്സ് CUPS, സെയിന്റ് ആന്റണീസ് LPS എന്നിവിടങ്ങളിലായാണ് കലോത്സവം നടക്കുന്നത്. കലോത്സവ കമ്മിറ്റി ചെയർമാനും പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ KM ബാബുരാജ് ഉദ്ഘാടനം നിർവഹിച്ചു. പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ സെബി കൊടിയൻ സ്വാഗതവും കൺവീനർ ശ്രീലേഖ CB നന്ദിയും പറഞ്ഞു. കലോത്സവ കമ്മിറ്റി ജനറൽ കൺവീനർ ടോബി തോമസ്, ഇരിങ്ങാലക്കുട AEO രാജീവ് MS, ജോയിന്റ് കൺവീനർ യൂജിൻ പ്രിൻസ് M, ഇരിങ്ങാലക്കുട ഉപജില്ലാ വികസന സമിതി കൺവീനർ ഡോക്ടർ രാജേഷ് AV, പബ്ലിസിറ്റി കമ്മിറ്റി വൈസ് ചെയർമാൻമാരായ KA വർഗീസ് മാസ്റ്റർ, പുതുക്കാട് പ്രസ് ക്ലബ് പ്രസിഡന്റ് സരീഷ് NM, ജോൺ TO എന്നിവർ പ്രസംഗിച്ചു. പുതുക്കാട് സെയിന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂൾ +2 വിദ്യാർത്ഥിയായ അഭിനവ് കൃഷ്ണ KV ആണ് ലോഗോ രൂപകൽപ്പന ചെയ്തത്.
ലോൺ ശരിയാക്കി തരാമെന്ന വ്യാജ വാഗ്ദാനം നൽകി 66,560 രൂപ തട്ടിയെടുത്ത പ്രതിയെ കോഴിക്കോട് നിന്നും പിടികൂടി തൃശൂർ റൂറൽ പോലീസ്. പ്രതിയായ കോഴിക്കോട് അത്തോളി മാലതി നഗർ സ്വദേശി അബ്ദുൾ റസാഖിനെയാണ് തൃശൂർ റൂറൽ പോലീസ് അന്വേഷണ സംഘം കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള ഹോട്ടലിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. മതിലകം പാപ്പിനിവട്ടം പാമ്പിനെടുത്ത് വീട്ടിൽ മുഹമ്മദ് ഷമീർ എന്നയാളോട് മുംബൈ സ്വദേശിയിൽ നിന്നും 2 കോടി രൂപ ലോൺ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് മുഹമ്മദ് ഷമീറിൽ നിന്നും പല തവണകളായി 66,560 രൂപ കൈപ്പറ്റി. ലോൺ ശരിയാക്കി നൽകുകയോ കൈപ്പറ്റിയ പണം തിരികെ നൽകുകയോ ചെയ്യാതെ തട്ടിപ്പ് നടത്തിയ കേസിലാണ് അബ്ദുൾ റസാഖിനെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. നന്ദിക്കര ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം കേരള വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഓൺലൈനായി നിർവഹിച്ചു. പരിപാടിയിൽ അധ്യക്ഷത വഹിച്ച പുതുക്കാട് MLA KK രാമചന്ദ്രൻ ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. വിശിഷ്ടാതിഥികളായി തൃശൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ, പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് എന്നിവർ പങ്കെടുത്തു. ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കാർത്തിക ജയൻ, PTA പ്രസിഡന്റ് സുനിൽ കൈതവളപ്പിൽ, SMC ചെയർമാൻ CK സുദേവൻ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. കിഷോർ N കരുൺ, സമീന തോമസ് എന്നിവർ പങ്കെടുത്ത ചടങ്ങിൽ VHSE പ്രിൻസിപ്പാൾ രാജലക്ഷ്മി R സ്വാഗതവും CB ശിവജി നന്ദിയും പറഞ്ഞു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവില ഉച്ചയോടെ 150 രൂപ കുറഞ്ഞു. ഗ്രാമിന് 11,075 രൂപ, പവന് 88,600 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചാലക്കുടി പരിയാരത്ത് KSRTC ബസും കാറും കൂട്ടിയിടിച്ച് കാർ ഡ്രൈവർക്ക് പരിക്കേറ്റു. ആനപ്രേമികളുടെ ഇഷ്ടക്കൊമ്പൻ, പൂരനഗരിയുടെ അഭിമാനം കൊണാർക്ക് കണ്ണൻ ചരിഞ്ഞു. ഒരാഴ്ചയായി അവശനിലയിലായിരുന്നു. ഫീസ് വർധനവിൽ പ്രതികരിച്ച് തൃശൂർ മണ്ണുത്തി കാർഷിക സർവകലാശാല ആസ്ഥാനത്തേക്ക് SFI നടത്തിയ മാർച്ചിൽ സംഘർഷം. നവംബർ 4, 5, 6, 7 എന്നീ തീയതികളിലായി പുതുക്കാട് നടക്കുന്ന ഇരിങ്ങാലക്കുട ഉപജില്ലാ കലോത്സവത്തിന്റെ ലോഗോ പ്രകാശനം ചെയ്തു. ലോൺ ശരിയാക്കി തരാമെന്ന വ്യാജ വാഗ്ദാനം നൽകി 66,560 രൂപ തട്ടിയെടുത്ത പ്രതിയെ പിടികൂടി. നന്ദിക്കര ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. ഇന്നത്തെ വാർത്തയുടെ പുനർസംപ്രേക്ഷണം രാത്രി 10:30-നും 11:30-നും, രാവിലെ 6:30, 7:30, 8:30, ഉച്ചയ്ക്ക് 12 മണി എന്നീ സമയങ്ങളിൽ ഉണ്ടായിരിക്കും. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ്. വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.